അങ്ങനെ രേവതി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സച്ചിക്ക് ഒരു കോൾ വരുവാണ് കേട്ടോ. അപ്പോൾ കോളിലൂടെ ശരി സാറിനെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ പാതിരാത്രിയിൽ എങ്ങോട്ടേക്കാ? അതെ, എനിക്കൊരു ഓട്ടം ഉണ്ട് അച്ഛാ. നീ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ? അതെ, മതിയാക്കി വന്നതാണ്. നല്ല മേൽവേദന ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ കിടന്ന് വല്ല സമാധാനം കളയുന്നതിനും ഭേദം പോകുന്നതാ. ദയവായിട്ട് കറക്റ്റ് സമയത്ത് തന്നെ എനിക്കൊരു ഓട്ടം തന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പ്രശ്നം? അപ്പോൾ രേവതി പറയണം, ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ലാതെയാണ് അവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയത്. അത് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇട്ട് കൊടുത്ത മാല എന്നോട് പറയാതെ പണയം വെച്ചു. ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബഹളമൊക്കെ. പണയം വെച്ചെന്നു? എന്തിന്? വേറെ എന്തിനാ? കൂട്ടുകാർക്കൊപ്പം പാർട്ടി നടത്തി മദ്യപിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയാൻ കേട്ടോ രേവതി. അപ്പം ചന്ദ്ര ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. ഇത്രയും ദിവസം ഞാൻ ചോദിച്ചപ്പോൾ മാലേൻ്റെ കുളത്ത് മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കാൻ എന്നോട് കള്ളം പറയുമായിരുന്നു. പണയം വെച്ചേക്കുന്നത് എനിക്കറിയാവുന്ന ഒരു ആക്കടെ കടയിലാണ്. ഇന്ന് അയാൾ ഞാൻ വഴിയിൽ വെച്ച് കണ്ടതുകൊണ്ട് ഞാൻ സത്യം അറിഞ്ഞു. അപ്പോൾ അച്ഛൻ പറയുകയാണ്, സച്ചി അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല, എന്തായാലും ഞാനൊന്ന് അവനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ഡയൽ ചെയ്യുകയാണ് കേട്ടോ. പക്ഷേ സച്ചി കോൾ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ പറയാൻ മോൾ സമാധാനപ്പെടാൻ വന്നതിന് ശേഷം അച്ഛൻ ചോദിക്കാമെന്ന് പറയാണ്. അങ്ങനെ രേവതി വിഷമിച്ച് റൂമിലേക്ക് തന്നെ കയറി പോവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയാണ്, അയ്യടാ എന്തൊക്കെയായിരുന്നു സച്ചി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നിട്ട് ഇപ്പം എന്തായി? അങ്ങനെ തന്നെ വേണം. സുധിക്കൊരു തെറ്റ് പറ്റിയപ്പോൾ എന്തൊരു ബഹളമായിരുന്നു ഇവിടെ കിടന്ന്. ഇപ്പം എന്തേ നാവ് ഇറങ്ങിപ്പോയോ? ഒന്നും പറയാനില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ തട്ടിക്കയറുവാണ് കേട്ടോ. നീ അങ്ങനെ ഒരുപാട് തുള്ളൊന്നും വേണ്ട, സച്ചി അങ്ങനെ തെറ്റും ചെയ്യില്ല എന്ന് പറയാണ് രവീന്ദ്രൻ. എനിക്കറിയാവുന്ന പോലെ അവന് ആർക്കും അറിയില്ല. ഇത് ഞാൻ കുറേ കേട്ടിട്ടുള്ളതാ. അതെ, ഈ മദ്യത്തിന് ഒരു കുഴപ്പമുണ്ട്, സ്ലേച്ച് കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ പറ്റില്ല. പിന്നെ പണയം വെക്കും, വിൽക്കും, കക്കും. അവളെ ഇഷ്ടമല്ല, പക്ഷെ അവളുടെ വീട്ടുകാരായിട്ട് സ്വർണം പണയം വെക്കാൻ എന്തൊരു ഉഷാറാവനെ എന്നൊക്കെ പറയാൻ കേട്ടോ ചന്ദ്ര. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ അച്ഛൻ ചോദിക്കാൻ, മോളെ സച്ചി എണീറ്റോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാൻ കേട്ടോ, ഇന്നലെ രാത്രി ഓട്ടം കഴിഞ്ഞിട്ട് വന്നില്ലെന്ന്. പിന്നെ എന്തൊക്കെയായി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ പിന്നെയും ഫോൺ എടുത്തിട്ട് സച്ചിനെ വിളിക്കുവാണ്. രേവതിയും അപ്പോൾ വിഷമത്തോട് ചോദിക്കുന്നുണ്ട്, എടുക്കുന്നില്ല അച്ഛാ എന്നൊക്കെ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ചിലവാൻ വന്നോളും, ചാർജ് ചിലപ്പോൾ തീർന്ന് ഫോൺ ഓഫായത് അങ്ങനെയായിരിക്കും, അച്ഛൻ എന്തായാലും അപ്പുറത്തേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പോവാണ് കേട്ടോ. പക്ഷെ അപ്പോഴും രേവതിയുടെ മനസ്സിൽ ഇങ്ങനെ സങ്കടമാണ്. സങ്കടത്തോടെ രേവതി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കണം കേട്ടോ. അങ്ങനെ അച്ഛൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ കാണുന്നത് സച്ചി കാറിൽ കിടന്ന് ഉറങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ. അച്ഛനെ വിളിച്ചുണർത്തിയിട്ട് അച്ഛൻ ചോദിക്കണം, നീ എന്താ കാറിൽ തന്നെ കിടന്ന് ഉറങ്ങിയത്? അത് രാത്രി വന്നപ്പോൾ വൈകി, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങി. നീ എന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നേ? ഉറങ്ങി കിടക്കുന്നവരെ ശല്യപ്പെടുത്തരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ അതുകൊണ്ട് ഇവിടെ തന്നെ കിടങ്ങി. നീ രേവതിയെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നീ എന്തിനാ മാല പണയം വെച്ചത്? അവൾ പറഞ്ഞല്ലേ അത്. അവൾ പിന്നെ പറയല്ലേ, അവൾക്ക് പിന്നെ വിഷമം ഉണ്ടാവില്ലേ? നീ എന്തിനാ അങ്ങനെ ഒരു കാര്യം ചെയ്തത്? എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ അത് പണയം വെച്ചു. അത് അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കാൻ കേട്ടോ സച്ചി. എന്താണ് അതെനിക്ക് ഇത്ര വലിയ അത്യാവശ്യം? അത് പിന്നെ പറയടാ, എന്തിനാ നീ മാല പണയം വെച്ചത്? അച്ഛാ, എനിക്ക് ഒരു അത്യാവശ്യം വന്നപ്പോൾ, ഒരു അത്യാവശ്യത്തിന് പണയം വെക്കാനല്ലേ സ്വർണ്ണമൊക്കെ, ലോകത്ത് ആദ്യമായിട്ടൊന്നല്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ രവി ചോദിക്കുകയാണ്, സ്വർണം പണയം വെക്കുന്നത് തെറ്റല്ല, പക്ഷെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്നതാകുമ്പോൾ അത് പറയേണ്ടതായിട്ട് ഒരു ഇതുണ്ട്. നീ അത് പറഞ്ഞില്ല, അത് നീ ചെയ്ത തെറ്റാ. അവരെനിക്ക് വേണ്ടി തന്നതല്ലേ, അപ്പോൾ അതെനിക്ക് പണയം വെക്കാനുള്ള അവകാശമില്ലേ? പക്ഷേ അതെൻ്റെ കഴുത്തിൽ ചുറ്റിക്കിടന്നൊരു പാമ്പായിരുന്നെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ചുമ്മാ പറയുന്നതാ നമ്മുടെയാണെന്ന്, മറ്റുള്ളവർ തരുന്നതെന്നോ നമ്മുടെയാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അതെനിക്കിന്ന് മനസ്സിലായി. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, അതെനിക്ക് ഞാൻ വാങ്ങാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ രാവും പകലും ഓടിയിട്ടാണെങ്കിലും ഞാൻ അവൾക്ക് മാല തിരിച്ചു കൊടുത്തിരിക്കുന്നൊക്കെ പറയാൻ കേട്ടോ സച്ചി. ഇതെല്ലാം കേട്ട് ഇങ്ങനെ ഉമ്മറത്ത് നിൽക്കുവാണ് കേട്ടോ രേവതി. സച്ചി പറയാണ്, വീട്ടിലേക്ക് വരാൻ പോലും തന്നില്ല ഈ മാല കാരണം എന്ന് പറയാണ്. പെട്ടെന്ന് രേവതി ദേഷ്യപ്പെട്ട് ചിരിക്കുകയാണ്, വീട്ടിലേക്ക് വരാത്തതിൻ്റെ കാരണം ഞാനാണോ? ഓഹോ, മാറി നിന്ന് നീ എല്ലാം കേൾക്കായിരുന്നോ? മാറി മറിഞ്ഞ് നിൽക്കുന്നതേ ഞാനല്ല, നിങ്ങളാന്ന് പറയാൻ കേട്ടോ രേവതി. തെറ്റേ ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വീട്ടിലേക്ക് വരാതിരിക്കുന്നത് നിന്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നീ പറ്റെന്തിന് അച്ഛനെ കൂടി വിഷമിപ്പിച്ചത്? അച്ഛൻ വിഷമിക്കാൻ കാരണേ നിങ്ങളാ. ഭാര്യയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണ്ണം പണയം വെച്ച് മകൻ കുടിച്ചു എന്നറിയുമ്പോൾ ഏതൊരച്ഛനാണെങ്കിലും വിഷമിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ രേവതി. അപ്പോൾ ചൂടായാണ് രേവതി സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ചൂടായിട്ട് നമ്മുടെ സച്ചിയും സംസാരിക്കുകയാണ് കേട്ടോ. വീണ്ടും വീണ്ടും നീ ഇതെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഇരുന്നാലുണ്ടല്ലോ, എത്ര വട്ടം ഞാൻ പറഞ്ഞു കുടിക്കാനല്ല ഞാൻ പണയം വെച്ചത്. എന്നാൽ പിന്നെ എന്തിനാന്ന് പറ, നിനക്കറിയണോ ഞാൻ എന്തിനാ പണയം വെച്ചതെന്ന് പറയാൻ കേട്ടോ സച്ചി. എന്താ പറയാത്തത്? നാവ് ഇറങ്ങിപ്പോയോ? അതോ പുതിയ കള്ള ആലോചിക്കായിരിക്കും അല്ലേ? സച്ചിക്ക് അപ്പോൾ ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. പെട്ടെന്ന് അയൽവക്കത്തുള്ള ആളുകളൊക്കെ കേട്ടിട്ട് വരുന്നുണ്ട്, വഴിയിലൂടെ പോകുന്ന ആളുകളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. സച്ചി ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുവാണ്. അപ്പോൾ രേവതി പറയാനേ നിങ്ങൾക്ക് ഒന്നുമില്ല, ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് കള്ളനെ പോലെ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നത്. അതേടി, ഞാനേ പണയം വെച്ചത് കുടിച്ച് കൂത്താടം തന്നെയാണ്, നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് നീ ചേടിയെന്ന് പറഞ്ഞിട്ട് ഒച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയാണ്, നിങ്ങളൊന്ന് അകത്തേക്ക് പോരെ, ആളുകളൊക്കെ നോക്കുന്നു എന്ന് പറയാണ്. സച്ചി ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ആളുകളൊക്കെ ചുറ്റും കൂടി നിൽക്കുവാണ് കേട്ടോ. നിനക്കിപ്പോൾ തൃപ്തി ആയല്ലോടി, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ വിസ്തരിച്ച് നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായോ? പണയം വെച്ച് മദ്യപിക്കുന്നത് മോശം, അല്ലാതെ അത് തെറ്റാന്ന് പറയുന്നതല്ല എന്നൊക്കെ രേവതി പറയാൻ കേട്ടോ. ശരിയും തെറ്റൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട, എല്ലാത്തിൻ്റെ ഒരു പരിധിയാണ്, എൻ്റെ ക്ഷമ പരീക്ഷിക്കാൻ നീ കയറിപ്പോകുന്നുണ്ടോ എന്ന് പറയണം. പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ ഇങ്ങനെ തട്ടി കയറണം കേട്ടോ രേവതി. അപ്പോഴെല്ലാ ആളുകളൊക്കെ ഇങ്ങനെ നോക്കി വെക്കുവാണ്.
അമ്മ സ്നേഹത്തോടെ വീട്ടിൽ ചെന്നപ്പോൾ തന്നതല്ലേ ആ മാല, എന്നോടൊന്ന് ചോദിക്കാതെയല്ലേ നിങ്ങളത് പണയം വെച്ചത്. ഓ, അതിന് നിന്നോട് എന്തിനാ ചോദിക്കുന്നത്? എൻ്റെ വീട്ടിൽ നിന്ന് തന്ന കാശ് കൊണ്ടല്ലേ നീയൊക്കെ ആ മാല വാങ്ങിയെന്ന് ചോദിക്കാൻ കേട്ടോ. പെട്ടെന്ന് രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ്. അപ്പം അച്ഛൻ പറയാണ്, സച്ചി നിർത്ത്, വെറുതെ അനാവശ്യമായിട്ട് സംസാരിച്ച് വഷളാക്കല്ലേ. ഇപ്പോൾ അവിടെ വായടഞ്ഞത് കണ്ടോ, ഇനി ചിന്തിക്ക് ആവശ്യമില്ലാതെ എന്തിനാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്ന്. അപ്പോൾ രേവതി പറയാണ്, ഓ അത് ശരി, അപ്പോൾ ഇവിടുത്തെ കാശായത് കൊണ്ടാണല്ലേ നിങ്ങൾ ചോദിക്കാതെയും പറയാതെയും പണയം വെച്ച് കുടിച്ചത്. നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞു കുടിക്കാനല്ല ഞാൻ പണയം വെച്ചതെന്ന്. അപ്പോൾ അച്ഛൻ പറയാണ്, ഒരക്ഷരം വേണ്ടി പോരുത്, കയറി പോടാ അകത്തെന്ന് പറഞ്ഞിട്ട് സച്ചിനെ വിളിച്ചിട്ട് പോവാണ് കേട്ടോ. രേവതി അപ്പം ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുവാണ്. എന്നാൽ ചന്ദ്രക്ക് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ സന്തോഷമാവണം കേട്ടോ. ചന്ദ്ര അപ്പം രേവതിയുടെ അടുത്ത് പറയാണ്, ആ കണ്ടില്ലേ, ഇപ്പം മനസ്സിലായോ നിനക്ക് ചേരേണ്ടത് ചേരുള്ളൂന്ന്. നല്ല സംസ്കാരം, ഇപ്പതാ മുറ്റത്ത്, നാളെ നാട് റോഡിൽ. മുന്നേ ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇപ്പം നിനക്ക് മനസ്സിലായോ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ ചന്ദ്ര. ഇനി നീ സൂക്ഷിക്കുക, ഞാൻ പറഞ്ഞില്ല എന്ന് പിന്നീട് പറയരുതെന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട് കരയാണ് കേട്ടോ രേവതി. അച്ഛനും രേവതി ഇങ്ങനെ കരയുന്നത് കാണുന്നുണ്ടെങ്കിലും ആശ്വസിപ്പിക്കാതെ ഇങ്ങനെ മാറി പോവാണ് കേട്ടോ. കാര്യം രേവതി ചെയ്തത് ഒരു തെറ്റുപോലെ തന്നെയാണ്. കാരണം നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ സച്ചിനെ നാണം കെടുത്തിയത്. അടുത്ത സീനിൽ കാണിക്കുന്നത് വിഷമിച്ച് ഇങ്ങനെ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുന്ന രേവതിനെയാണ് കേട്ടോ. അപ്പോൾ രേവതിനെ കണ്ടുവിടെ നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഒന്നും പറയാതെ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ എല്ലാവരോടും ദേഷ്യപ്പെട്ടിട്ട് രേവതി പറയാണ് കേട്ടോ, എന്താ എനിക്കിവിടെ അനുവാദം ചോദിച്ചിട്ട് വേണം കയറി വരാനെന്നൊക്കെ. അപ്പോൾ അമ്മ ചോദിക്കാൻ, മോളെ മോക്ക് എന്താ പറ്റിയതെന്നൊക്കെ ഇപ്പോൾ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് രേവതിക്ക് ഇങ്ങനെ സങ്കടം വരുവാണ്. രേവതി അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അമ്മേനോട് പറയാണ് കേട്ടോ. പാർട്ടിക്ക് പോയതും സച്ചി ഫ്രണ്ട്സിനോടൊപ്പം കുടിച്ചതും മാല കാണാതെ ആയതും ചോദ്യം ചെയ്തതൊക്കെ. അപ്പോൾ വഴിയിൽ നിന്ന് വഴക്കുണ്ടാക്കിയ കാര്യം പറയുമ്പോൾ അമ്മ ചോദിക്കുകയാണ്, മോളെ എന്തിനാ അങ്ങനെ ചെയ്തത്, എന്തിനാ വഴിയിൽ നിന്നൊക്കെ വഴക്കുണ്ടാക്കിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, ഓഹോ അപ്പോൾ എല്ലാ കുറ്റം ഇപ്പോൾ എൻ്റെ തലയിലാണോ? റോഡിൽ വെച്ചിട്ട് സ്വന്തം ഭാര്യനെ തല്ലം പോലും അയാൾ മടിക്കില്ല, ഇപ്പോൾ എല്ലാം എൻ്റെ തലയിലായല്ലോ. എൻ്റെ തെറ്റാണെന്ന് പറയിനി. ഇവിടെ നിന്ന് കൊടുത്ത മാല പണയം വെച്ച് മദ്യപിച്ച് എന്തിനാണെന്ന് ചോദിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. അപ്പോൾ ലക്ഷ്മി അമ്മ പറയണ തെറ്റ് തന്നെയാണ്. സച്ചിമോന് വേണ്ടിയിട്ട് നൽകിയ ആഭരണം പണയം വെക്കുന്നതോ വിൽക്കുന്നതോ ഒക്കെ നീ എന്തിനാ പിന്നാലെ വന്ന് ചെന്ന് ചോദ്യം ചെയ്തത്, അത് എന്തായാലും വേണ്ടിയിരുന്നില്ല. ഓ ഇപ്പോൾ അത് കറങ്ങി എൻ്റെ തലയിൽ തന്നെ വന്നു. മാല പണയം വെച്ച് കുടിച്ചതിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല അല്ലേ. അപ്പോൾ ശരത്ത് ചോദിക്കുകയാണ്, മാല പണയം വെച്ചത് കുടിക്കാനാണെന്ന് ചേച്ചിക്ക് ഉറപ്പുണ്ടോ? ആ അതെ എനിക്ക് ഉറപ്പുണ്ട്. അന്ന് പാർട്ടിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം മുതൽ മാല കഴുത്തിൽ കാണാതെ ഇത് ചോദിച്ചപ്പോൾ എന്നോട് നുണ പറഞ്ഞു. ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? ആ സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം വന്നതാണല്ലോ ചേച്ചിനോട് പറയാനുള്ള മടി കൊണ്ട് നുണ പറഞ്ഞതായിരിക്കും. നിനക്കെന്താണ് ഇത്ര ഉറപ്പ്? ഓ ടൂറ് പോകാനുള്ള പണം തന്നതിൻ്റെ നന്ദി ആയിരിക്കും അല്ലേ. എന്താ ചേച്ചി ഇത്, അതൊന്നും അല്ല എന്നൊക്കെ പറയണോട്ടോ ശരത്ത്. എന്നോട് സംസാരിച്ച രീതി വെച്ചിട്ട് ശരത്തേട്ടന് എന്തായാലും നല്ല മനസ്സാണ്, ഒരിക്കലും ചേച്ചി പറയുന്നത് പോലെ അങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പോൾ നമ്മുടെ രേവതി പറയാണ്, എല്ലാവർക്കും അവൻ നല്ലവനാ, പക്ഷെ അവിടെ ഞാൻ അനുഭവിക്കുന്നത് എനിക്കേ അറിയുള്ളൂ. അപ്പോൾ അമ്മ പറയാണ്, മോളെ നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന സ്വഭാവം ആദ്യം മാറ്റി. സ്വർഗം പോലൊരു ജീവിതം നിനക്ക് കിട്ടിയത്, നീ ആയിട്ടത് നശിപ്പിക്കരുത്. അവിടുത്തെ അച്ഛനൊക്കെ നിന്നെ വലിയ കാര്യമാണ്, അതില്ലാതാക്കരുത്. സച്ചുമ പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞതാവാനേ വഴിയുള്ളൂ. നീയും പിന്നിലൊന്നല്ലല്ലോ ദേഷ്യത്തിന്. ആ സ്വർഗം, അയാൾ എന്നെ തല്ലാൻ വന്നിട്ടും സ്വർഗം പോലെ ജീവിതം നമുക്ക് എങ്ങനെ പറയാൻ തോന്നുന്നത്? മോളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നപ്പോൾ സച്ചി ആ മാല എടുത്ത് വിൽക്കോ പണയം വെക്കോ ചെയ്തിട്ടുണ്ടാവും. സച്ചി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചോദിക്കാൻ നമുക്ക് എന്താ അവകാശം? ഇത് തന്ന പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങിയ മാലയല്ലേ അത്? ഓ ആ കണക്കൊക്കെ ഇന്ന് വിളിച്ച് പറഞ്ഞു, പറയിപ്പിച്ച് തരാ നീ തന്നെയല്ലേ. നിന്റെ എടുത്തുചാട്ടം എല്ലാത്തിനും കാരണം. നിങ്ങൾക്ക് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം? അയാൾ നിങ്ങൾ കരുതുന്ന പോലെ ഒന്നല്ല, നിങ്ങൾക്ക് ആർക്കും അയാളെ ശരിക്കും അറിയില്ല. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, നിനക്കറിയോ നിന്റെ ഭർത്താവിനെ? ഇല്ലല്ലോ, എന്നിട്ട് നീ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നേ? ചേച്ചി വിചാരിക്കുമ്പോൾ ഒരു മോശപ്പെട്ട ആളൊന്നല്ല സച്ചേട്ടെന്ന് പറയാണ് കേട്ടോ ദേവി. മോളെ നിന്റെ അച്ഛൻ തന്നെ എത്ര അത്യാവശ്യങ്ങൾക്ക് സ്വർണം പണയം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ സ്വർണം വാങ്ങിക്കുന്നത്. അമ്മ ഇത് അങ്ങനെയല്ല, പാർട്ടി നടത്താൻ വേണ്ടിയിട്ട് പണയം വെച്ചത് പോരാഞ്ഞ് അവിടെ കൊണ്ടുപോയി എന്നെ നാണം കിടത്തുകയും ചെയ്തു എന്ന് പറയാൻ കേട്ടോ. അമ്മയ്ക്കറിയോ ആ സമയത്ത് ഒറ്റയ്ക്ക് നടന്നാണ് തിരികെ വീട്ടിലെത്തിയത്. ലക്ഷ്മിയമ്മ പെട്ടെന്ന് പറയാണ്, എന്തിനെങ്കിലും വേണ്ടി പണയം വെച്ചോട്ടെ, നിന്റെ കഴുത്തി കിടക്കുന്നത് ഊരിക്കൊണ്ടൊന്നും പോയില്ലല്ലോ, നിനക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? എപ്പോഴും ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. പെൺകുട്ടികളുള്ള എല്ലാ അമ്മമാരും ഇങ്ങനെ തെറ്റും ഭർത്താക്കന്മാരാണെങ്കിലും കുറ്റം മുഴുവൻ മക്കൾക്കായിരിക്കും, ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം അമ്മ പറയണം, അമ്മമാരുടെ വിഷമമൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. തെറ്റും ശരിയും നടന്ന് ജീവിതത്തിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല മോളെ. കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു, നീ അത് ഓർത്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കുറച്ചുകൂടി ക്ഷമ കാണിച്ചിട്ട് നിനക്ക് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഓ ശരി, ക്ഷമിക്കാം, അങ്ങേയറ്റം ക്ഷമിക്കാം. എൻ്റെ വീടാണല്ലോ ഇതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറി വന്നത്. വിവാഹത്തോടെ എന്നെ ഉപേക്ഷിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുവാണ് കേട്ടോ രേവതി. അങ്ങനെ ദേഷ്യത്തിൽ പേഴ്സ് എടുത്തിട്ട് ഇറങ്ങി പോവാണ് അവിടുന്ന്. അമ്മ പുറകെ ചെന്നിട്ട് പോവല്ലേ മോളെ, രേവു പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ രേവതി തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി പോവാണ് കേട്ടോ.